పెళ్లి శుభాకాంక్షలు. విష్ హ్యాపీ మ్యారేజ్ లైఫ్. విష్ హ్యాపీ మ్యారేజ్ లైఫ్. ఒకటి ఫోటో. ഏതമ്പലത്തിൽ പോണെന്ന് അവൻ പറഞ്ഞേ? മൂകാംബികയില്. ഓ, മൂകാംബിക. എന്താ? ഏയ്, ഒന്നുമില്ല. അധികാരമുണ്ടെങ്കിലും നിസ്സഹായനാവുന്ന ചില അവസ്ഥകളുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എനിക്ക് മനസ്സിലാകും സാർ. വിഷമിക്കരുത്. തിരിച്ചു വരുമ്പോൾ മനു എന്നോടൊപ്പം ഉണ്ടായിരിക്കും. സാർ. ശരി. അവനെ രക്ഷിക്കാൻ പോകുന്നത്? നിന്നെ ആരാടാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. സെനയിലായ കിളവന്മാർക്ക് അസുഖം കൂടും. പിന്നെ കണ്ട തൊട്ടിയും തെണ്ടിയും എല്ലാം പിടിച്ച് കൂടെ കിടത്താൻ തുടങ്ങും. ഒടുവിൽ നാറുമ്പോഴേ അറിയൂ. അളിയനെ കാണാതായതിന്റെ ടെൻഷനുള്ളിൽ വേണ്ട, മുഖത്തെങ്കിലും വരുത്താൻ നോക്ക്. తమ్ముడు బ్రదర్, మీకు కొంచెం కూడా టెన్షన్ కావాలి. మీ ముఖతులో ఫీలింగ్స్ లేదండి. మన డ్రామా కొంచెం കൂടി വർക്കൗട്ട് ആവలేదు ബാബു. എടാ അപ്പൊ ഈ മുഖത്ത് എന്തെങ്കിലും വികാരങ്ങൾ വരുത്താൻ. അശോക, ഗോവയിലെ ഫരാദിനെ വിളിച്ച് വിവരം പറയണം. പിന്നെ നമ്മുടെ സ്റ്റൈലിനെയും ജോണിയെയും ഹസറിനെയും വിളിച്ചാൽ മതി. ഇപ്പോ സീനിലുള്ള ആരും വേണ്ട. మన సీనిലുള്ള ఎవరదు నేను కరెక్టా? അവന്മാരിപ്പോ എവിടെ ഉണ്ട്? అలా ఎవడు ഉണ്ടാവും? జాకీ ఓకే ఓకే ఒక్క మాట చెప్పిస్తే ఆ నిమిషത്തിలో మీ മുന്നിലേക്ക് అందరి వస్తుంది. అది నా క్యారెక్టరు. എല്ലാവരെയും ഒറ്റ മണിക്കൂറിനുള്ളിൽ ജാക്കിയുടെ മുന്നിലെത്തിക്കും. ഇത് സത്യലു. എന്ത് ചെയ്യാനാ ജാക്കി? ജനിച്ചു വീണത് തെലുങ്ക് മണ്ണിലായി പോയില്ലേ? నా మదర్ టంగులు నీ రేని గుంటలు. ഇതാര്? അശോക് ഏട്ടനോ? ഇക്കണ്ടാ, ഇങ്ങോട്ട് വന്നേ. പിടിച്ചേ. എന്താ അശോകേട്ടാ? നിന്നെ ജാക്കി അന്വേഷിക്കും. കട്ടിങ്ങാണാ? ആ അശോകേട്ടാ പറ. ഞാനിപ്പോ എത്തിക്കാം. അസുറ് പെണ്ണ് കാണാൻ പോയിരിക്കാണല്ലോ. അപ്പോ അടുത്ത മാസം അവസാനത്തേക്ക് ഫിക്സ് ചെയ്യാല്ലേ? ഇൻഷാ അല്ലാ, അങ്ങനെ ആയിക്കോട്ടെ. ഇനി ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കണ്ട, എനിക്ക് ഓക്കെയാണ്. ഞാനിപ്പോ വരാം. ജാക്കി ഭായ്, മനു തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി.
അവന് ഫ്രീക്വൻ്റ് ആയി ഗോവ വിസിറ്റ് ഉണ്ട്. ഇവിടെ റൊസാരിയോ ബ്രദേഴ്സിന്റെ ക്ലബിൽ ഗാംബ്ലിംഗ് ആണ് പ്രധാന പരിപാടി. മൈക്കൽ, ഡേവിഡ്, സൈമൺ എന്നീ പേരുകൾ ഗോവയിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അതിൽ റൊസാരിയോ രണ്ടാമൻ ഡേവിഡിന്റെ ക്ലബ് പാരഡൈസോ ആണ് കുറെ നാളുകളായി മനുവിന്റെ സ്വർഗം. കൊണ്ടുവരുന്ന കാശ് മുഴുവൻ കളയും. പിന്നെ അമ്മായപ്പം വഴി റിസോർട്ടുകൾ തുടങ്ങാം, മറ്റു പല പ്രൊജക്ടുകൾ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് റൊസാരിയോ ബ്രദേഴ്സിൽ നിന്നും മനു കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പ്രൊജക്റ്റും ഇല്ല, പണവും ഇല്ല. ഒരു സംശയമില്ല, അവന്മാർ തന്നെ ആ മനുവിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ കിഡ്നാപ്പ് അല്ല, അവരുടെ കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നതാവും ശരി. ഈ റൊസാരിയോ ടീമിനെ ജാക്കി ബൈക്ക് അറിയാലോ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സ്റ്റീവ് അങ്കിളിന്റെ. അറിയാം ഫരാദ്, അങ്കിള് നടുകടലിലാണേലും നക്കി കുടിക്കുന്ന ടൈപ്പാ. ആ ബ്ലഡ് തന്നെയല്ലേ അവന്മാരുടേത്. കൊടുത്ത പണം മുഴുവൻ പലിശയും പലിശയുടെ പലിശയും സഹിതം തിരിച്ചു കിട്ടാതെ അവന്മാർ മനുവിനെ റിലീസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനു ഇപ്പൊ എവിടെയുണ്ട്? നോ ഐഡിയ. ഗോവ കംപ്ലീറ്റ് റൊസാരിയോസിന്റെ കയ്യിലാണ്. ക്ലബ്സ്, പബ്സ്, കസീനോസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്ക്. അപ്പോ പണിയാണ്. കാശ് കൊടുത്ത ജാക്കി ബായ് ഉദ്ദേശിച്ചത് അവരുടെ കൂടെയുള്ള ആരെങ്കിലും വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന്. മുടിഞ്ഞ കാശാ ചോദിക്കുന്നത്. ഒരു ഉത്തരത്തിന് 5 ലക്ഷം. നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറ.